ഹലോ മക്കളെ, നമ്മളിന്ന് SSLC ഫിസിക്സ് ചാപ്റ്റർ നമ്പർ 6 ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷൻ ഇൻ ഡെയിലി ലൈഫ് ഒരു ക്വിക്ക് റിവിഷൻ ചെയ്യാനാണ് വന്നിരിക്കുന്നത്. അഫിയറിലെ എക്സാമുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് വീഡിയോ ഉപകാരപ്രദമാവുകയാണെങ്കിൽ നിങ്ങൾക്ക് യൂട്ടിലൈസ് ചെയ്യാം. അതിന് വേണ്ടിയിട്ടാണ് ഒരു ഷോർട്ട് വീഡിയോ ഞാൻ ക്രിയേറ്റ് ചെയ്യുന്നത്. ഈ ചാപ്റ്ററിലെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ എന്തൊക്കെയാണ് നമ്മൾ കൂടുതലായിട്ട് ഫോക്കസ് ചെയ്യുന്നുള്ള കാര്യങ്ങളാണ് നമ്മൾ ഇവിടെ പറയാൻ പോകുന്നത്. ഒന്നാമത്തെ കേസ് ആദ്യമായിട്ട് നമുക്ക് പഠിക്കാനുള്ളത് ഫാരഡേസ് എക്സ്പെരിമെൻറ്റ് ഓഫ് ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷനുമായി ബന്ധപ്പെട്ട് മൈക്കൽ ഫാരഡേയുടെ ഒരു എക്സ്പെരിമെൻറ്റ് ടെക്സ്റ്റ് ബുക്കിൽ പറയുന്നുണ്ട്. അപ്പോൾ അത് ജസ്റ്റ് ഒന്ന് നിങ്ങൾ മനസ്സിലാക്കി വെക്കണം. അവിടെ നമ്മൾ പ്രധാനമായിട്ട് അറിഞ്ഞിരിക്കേണ്ടത് ഗാൽവനോമീറ്ററിലെ നീഡിൽ ഏതൊക്കെ സമയങ്ങളിലാണ് ഡിഫ്ലക്റ്റ് ചെയ്യുന്നത്. when there is a relative motion between the solenoid and U magnet. ആ ക്വസ്റ്റ്യൻ ഒന്ന് നോക്കണം. പിന്നെ അവിടെ നിന്ന് നമ്മൾ പഠിക്കുന്ന ഒരു ഇമ്പോർട്ടൻറ്റ് കൺസെപ്റ്റാണ്, വർക്കിംഗ് പ്രിൻസിപ്പിളാണ് ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷൻ സമയത്ത് ഉണ്ടാകുന്ന EMFനെ വിളിക്കുന്ന പേരാണ് ഇൻഡ്യൂസ്ഡ് EMF, ആ കറണ്ടിനെ വിളിക്കുന്ന പേരാണ് ഇൻഡ്യൂസ്ഡ് കറണ്ട്. ഇവിടെ ഒന്ന് രണ്ട് ചോദ്യങ്ങളുണ്ട്. ഒന്നാമത്തെ ചോദ്യം, വാട്ട് ആർ ദ ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് ഇൻഡ്യൂസ്ഡ് EMFനെ അഫക്റ്റ് ചെയ്യുന്ന ഫാക്ടേഴ്സ് ഏതൊക്കെയാണ് ക്വസ്റ്റ്യൻസ് വരാം. പിന്നെ അതുമായി ബന്ധപ്പെട്ട് അത്രയും കാര്യങ്ങളാണ് അവിടെ പഠിക്കാനുള്ളത്. നെക്സ്റ്റ് ടോപ്പിക്കിൽ നമുക്ക് പഠിക്കാനുള്ളത് രണ്ട് ടൈപ്പ് ഓഫ് കറണ്ട് ഉണ്ട്, AC കറണ്ടും DC കറണ്ടും. അതിൻ്റെ ഡിവൈസുകൾ, അതിൻ്റെ എക്സാമ്പിൾസ് ഒന്ന് പഠിച്ചു വെക്കണം. പിന്നെ നേരെ നമ്മൾ പോകുന്നു ജനറേറ്റർ വർക്ക് ചെയ്യുന്നത് ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷൻ എന്ന് പറയുന്ന കൺസെപ്റ്റിൻ്റെ ബേസിലാണ്. രണ്ട് ടൈപ്പ് ഉണ്ട്, AC-യും DC-യും. രണ്ടിൻ്റെയും ചിത്രം ടെക്സ്റ്റ് ബുക്കിലുണ്ട്. രണ്ട് ഫിഗറുകൾ നിങ്ങൾ പഠിക്കണം. പിന്നെ എനർജി ചേഞ്ച്, ജനറേറ്ററിൽ നടക്കുന്ന എനർജി ചേഞ്ച് നമുക്കറിയാം, മെക്കാനിക്കൽ എനർജി ഇലക്ട്രിക്കൽ എനർജി ആയിട്ടാണ് മാറുക. പിന്നെ രണ്ട് ജനറേറ്ററിലും പ്രധാനമായിട്ടും ഡിഫറൻസ് ഉള്ളത്, ഒന്നിൽ സ്ലിപ്പ് റിംഗ് ആണ്, മറ്റൊന്നിലൊന്ന് സ്പ്ലിറ്റ് റിംഗ് ആണ്. സ്പ്ലിറ്റ് റിങ്ങിൻ്റെ മെയിൻ ഫംഗ്ഷൻ ഇറ്റ് ചേഞ്ചസ് AC കറണ്ട് ഇൻ ടു DC കറണ്ട് എന്നാണ്. പിന്നെ അതിൻ്റെ ഗ്രാഫ് എല്ലാവരും വരച്ച് പഠിക്കണം. അത് കഴിഞ്ഞാൽ നെക്സ്റ്റ് നമുക്ക് പഠിക്കാനുള്ളത് പവർ സ്റ്റേഷനാണ്. പവർ സ്റ്റേഷൻ 3 ടൈപ്പ് ഉണ്ട്, ന്യൂക്ലിയർ പവർ സ്റ്റേഷൻ, തെർമൽ പവർ സ്റ്റേഷൻ ആൻഡ് ഹൈഡ്രോ ഇലക്ട്രിക് പവർ സ്റ്റേഷൻ. 3 പവർ സ്റ്റേഷൻ്റെയും എനർജി ചേഞ്ച് എക്സാമ്പിൾസ് നിങ്ങൾ നോക്കി വെക്കണം. അതുപോലെ പവർ സ്റ്റേഷൻ്റെ ഡെഫിനിഷനും പഠിക്കണം. പിന്നെ അതുപോലെ ന്യൂക്ലിയർ പവർ സ്റ്റേഷനും തെർമൽ പവർ സ്റ്റേഷനും തമ്മിലുള്ള ഡിഫറൻസ് എന്തായാലും പഠിച്ചിട്ട് വേണം എക്സാമിന് പോകാൻ. പിന്നെ പവർ ഡിസ്ട്രിബ്യൂഷൻ സമയത്ത് ഉണ്ടാകുന്ന മെയിൻ ഇഷ്യൂ ആണ് ട്രാൻസ്മിഷൻ ലോസിൻ്റെ ഡെഫിനിഷൻ പഠിക്കണം. രണ്ടാമത്തെ കാര്യം, ട്രാൻസ്മിഷൻ ലോസ് എങ്ങനെയൊക്കെ നമുക്ക് കുറയ്ക്കാൻ സാധിക്കും. 2 മെത്തേഡ്സ് ടെക്സ്റ്റ് ബുക്കിൽ പറയുന്നുണ്ട്, അത് പഠിക്കണം. പിന്നെ നെക്സ്റ്റ് വർക്കിംഗ് പ്രിൻസിപ്പിൾ പഠിക്കാനുള്ളത് മ്യൂച്വൽ ഇൻഡക്ഷനാണ്. മ്യൂച്വൽ ഇൻഡക്ഷൻ്റെ ഡെഫിനിഷൻ പഠിക്കണം. മ്യൂച്വൽ ഇൻഡക്ഷൻ്റെ ബേസിൽ വർക്ക് ചെയ്യുന്ന ഒരു ഡിവൈസാണ് ട്രാൻസ്ഫോമർ. 2 ടൈപ്പ് ഉണ്ട്, സ്റ്റെപ്പ് അപ്പ് ആൻഡ് സ്റ്റെപ്പ് ഡൗൺ ട്രാൻസ്ഫോമർ. അവിടെ നമുക്ക് 4 ഇക്വേഷൻസ് പഠിക്കാനുണ്ട്. VS/VP = NS/NP, VS/VP = IP/IS, NS/NP = IP/IS, VP/IP = VSIS. ഓക്കെ, ഇതാണ് ഇക്വേഷൻസ്. പിന്നീട് നമുക്ക് പഠിക്കാനുള്ളത് 2 ട്രാൻസ്ഫോമറിൻ്റെയും ഡിഫറൻസ് പഠിക്കണം. സ്റ്റെപ്പ് അപ്പ് ആൻഡ് സ്റ്റെപ്പ് ഡൗണിൻ്റെ ട്രാൻസ്ഫോമർ ഡിഫറൻസ് നമ്മൾ നിർബന്ധമായിട്ടും പഠിച്ചിരിക്കണം. അതുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസ് ടെക്സ്റ്റ് ബുക്കിലുണ്ട്. പിന്നെ നമുക്ക് ഒരു ട്രാൻസ്ഫോമറിൻ്റെ ക്വസ്റ്റ്യൻ തന്നു കഴിഞ്ഞാൽ ഏത് ട്രാൻസ്ഫോമറാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് 3 രീതിയിൽ ട്രാൻസ്ഫോമർ ഏതാണെന്ന് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും. ഒന്ന് വോൾട്ടേജ് നോക്കിയിട്ട് ചെയ്യാൻ പറ്റും. ഇഫ് പ്രൈമറിനേക്കാളും സെക്കൻഡറിയിലാണ് വോൾട്ടേജ് കൂടുതലെങ്കിൽ അത് സ്റ്റെപ്പ് അപ്പ് ട്രാൻസ്ഫോമറാണ്. അതുപോലെ നമ്പർ ഓഫ് ടേൺസ് ഇൻക്രീസ് ചെയ്യുകയാണെങ്കിലും അത് സ്റ്റെപ്പ് അപ്പ് ട്രാൻസ്ഫോമറാണ്. കറണ്ട് ഇൻക്രീസ് ചെയ്യുകയാണെങ്കിൽ അത് സ്റ്റെപ്പ് ഡൗൺ ട്രാൻസ്ഫോമർ ആയിരിക്കും. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളൊക്കെ നമ്മളൊന്ന് പ്രാക്ടീസ് ചെയ്യണം. പിന്നെ അടുത്ത ടോപ്പിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പവർ ട്രാൻസ്മിഷൻ ആൻഡ് ഡിസ്ട്രിബ്യൂഷനാണ്. നമുക്കറിയാം, ഈ ഇലക്ട്രിസിറ്റി പ്രൊഡ്യൂസ് ചെയ്യുന്ന സ്ഥലങ്ങളെ വിളിക്കുന്നവരാണ് പവർ സ്റ്റേഷൻ. എല്ലാ പവർ സ്റ്റേഷനുകളിലും ഉള്ള ട്രാൻസ്ഫോമറാണ് സ്റ്റെപ്പ് അപ്പ് ട്രാൻസ്ഫോമർ. പിന്നെ അവിടെ നിന്ന് നേരെ നമ്മുടെ പവർ സ്റ്റേഷനിൽ ഇലക്ട്രിസിറ്റി ജനറേറ്റ് ചെയ്യുന്നത് 11 kVയിലാണ്. അത് നമ്മളൊരു സ്റ്റെപ്പ് അപ്പ് ട്രാൻസ്ഫോമർ ഉപയോഗിച്ചുകൊണ്ട് അത് 220 kV ആയിട്ട് ഇൻക്രീസ് ചെയ്യും. ദെൻ അവിടെ നിന്ന് സബ്സ്റ്റേഷനിലും പിന്നെ ഡിസ്ട്രിബ്യൂഷൻ ട്രാൻസ്ഫോമറിലേക്ക്, അവസാനം വീട്ടിലേക്ക് എത്തുന്ന സമയത്ത് അതിൻ്റെ വോൾട്ടേജ് 230 വോൾട്ടായിട്ട് റെഡ്യൂസ് ചെയ്യാൻ സാധിക്കും. അത് നമ്മൾ സബ്സ്റ്റേഷനിലും ഡിസ്ട്രിബ്യൂഷൻ ട്രാൻസ്ഫോമറിലും സ്റ്റെപ്പ് ഡൗൺ ട്രാൻസ്ഫോമറുകൾ യൂസ് ചെയ്യുന്നുണ്ട്. ഇതാണ് ഇതിന് വേണ്ടി ഹെൽപ്പ് ചെയ്യുന്നത്. പിന്നെ ഹൗസ് ഹോൾഡ് വയറിങ്ങിൽ പ്രധാനമായിട്ട് നമ്മുടെ ടെക്സ്റ്റ് ബുക്കിലെ ഫിഗർ നമ്മൾ നോക്കി വെക്കണം. അതിൽ തന്നെ നമ്മുടെ ഈ ഡിസ്ട്രിബ്യൂഷൻ ട്രാൻസ്ഫോമറിൽ നിന്ന് വരുന്ന 2 ലൈൻസിൻ്റെ കണക്ഷൻ ഡയറക്റ്റ് വരുന്നത് ഏത് ഡിവൈസിലേക്കാണെന്ന് ചോദിക്കാറുണ്ട്. വാട്ട് അവർ മീറ്ററാണ്. പിന്നെ മെയിൻ ഫ്യൂസ്, അങ്ങനെ ബാക്കിയുള്ള ഫിഗറും കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് വേണം എക്സാമിലേക്ക് പോകാൻ. പിന്നെ ഒരു ചോദ്യമുണ്ട് ഇവിടെ, നമ്മുടെ വീടുകളിലൊക്കെ നമ്മുടെ ഡിവൈസുകളൊക്കെ പാരലൽ കണക്ഷനാണ് ചെയ്യാറ്, അതുകൊണ്ടുള്ള ബെനിഫിറ്റ് എന്താണെന്ന് നമ്മൾ പഠിച്ചു വെക്കണം. ഇത്രയും കാര്യങ്ങളാണ് എക്സാമിൽ നമുക്ക് പഠിക്കാനുള്ള ടോപ്പിക്സ്.
ഇതിന് ശേഷമുള്ള സേഫ്റ്റി മെഷേഴ്സും അതുപോലെ ഇലക്ട്രിക് ഷോക്കും നമുക്ക് ഇത്തവണത്തെ എക്സാമിനില്ല, ഹാഫ് ഇയർലി എക്സാമിനില്ല. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നന്നായിട്ട് എന്ത് ചെയ്യുക, എല്ലാവരും പഠിക്കുക. മെയിനായിട്ട് പ്രോബ്ലംസ് ചോദിക്കാൻ സാധ്യതയുള്ളത് ട്രാൻസ്ഫോമർ എന്നാണ്. പിന്നെ നമ്മൾ കൂടുതലായിട്ട് ഫോക്കസ് ചെയ്യേണ്ട ടോപ്പിക്സ് എന്ന് പറഞ്ഞാൽ ജനറേറ്റർ നന്നായിട്ട് പഠിക്കണം, അതിൻ്റെ ചിത്രങ്ങളൊക്കെ നോക്കിയിട്ട് മനസ്സിലാക്കണം. പിന്നെ ജനറേറ്ററിൽ നമ്മുടെ സ്പ്ലിറ്ററിങ് കമ്മ്യൂട്ടേറ്ററുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ വരാൻ സാധ്യതയുണ്ട് DC-യുടെ കേസിൽ. പിന്നെ ഗ്രാഫുകൾ വരയ്ക്കാൻ ചോദിക്കാം. പിന്നെ അതുപോലെ പവർ സ്റ്റേഷനിൽ 3 പവർ സ്റ്റേഷൻ്റെയും എനർജി ചേഞ്ചുകൾ നിർബന്ധമായിട്ടും പഠിച്ചിരിക്കണം. അതുപോലെ എക്സാമ്പിൾസ് പഠിക്കണം. പിന്നെ അവിടെ ന്യൂക്ലിയർ പവർ സ്റ്റേഷനും തെർമൽ പവർ സ്റ്റേഷനും തമ്മിലുള്ള ഡിഫറൻസ് പഠിക്കണം. അതുപോലെ സിമിലാരിറ്റിയും പഠിച്ചു വെക്കണം. ട്രാൻസ്മിഷൻ ലോസ് വെരി ഇമ്പോർട്ടൻറ്റ്. ട്രാൻസ്മിഷൻ ലോസ് എന്താണ്, അതെങ്ങനെയൊക്കെ റെഡ്യൂസ് ചെയ്യാമെന്ന് പഠിച്ചു വെക്കണം. പിന്നെ മ്യൂച്വൽ ഇൻഡക്ഷൻ എന്താണ്, മ്യൂച്വൽ ഇൻഡക്ഷൻ ഡെഫിനിഷൻ പഠിക്കണം, നിർബന്ധമാണ്. പിന്നെ അതുപോലെ അതിൻ്റെ ബേസിൽ വർക്ക് ചെയ്യുന്ന ഡിവൈസാണ് ഇത് നമ്മുടെ ട്രാൻസ്ഫോമർ. ഓക്കെ, അപ്പോൾ ഇൻ ഷോർട്ട് ഒന്നും കൂടി പറയാം. ഈ ചാപ്റ്ററിൽ നമുക്ക് എക്സാം പോയിൻ്റ് ഓഫ് വ്യൂവിൽ 4 ഇക്വേഷൻസ് പഠിക്കാനുണ്ട്, 2 വർക്കിംഗ് പ്രിൻസിപ്പിൾ പഠിക്കാനുണ്ട്, അതുപോലെ ഒരു ഡിവൈസ് പഠിക്കാനുണ്ട്. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്.